സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റുകളെ പൊതുവെ അഹാന കൃഷ്ണയും കുടുംബവും അവഗണിക്കാറാണ് പതിവ്. ഇത്തരം കമന്റുകൾ തങ്ങളെ സ്വസ്ഥ ജീവിതത്തെ ബാധിക്കാതിരിക്കാൻ ഇവർ ശ്രദ്ധിക്കുന്നു. വിമർശനങ്ങൾ പരിധിവിട്ടാൽ മാത്രം ഇവർ പ്രതികരിക്കാറുണ്ട്. യൂട്യൂബ് ചാനലിൽ സിന്ധു കൃഷ്ണയാണ് ഇന്ന് കൂടുതൽ സജീവം. കഴിഞ്ഞ ദിവസമായിരുന്നു സിന്ധു കൃഷ്ണയുടെ പിറന്നാൾ. പിറന്നാൾ ആഘോഷിക്കാൻ സിന്ധുവും കുടുംബവും യാത്രയ്ക്ക് പോയി. ഭർത്താവായ കൃഷ്ണകുമാർ, മക്കളായ അഹാന കൃഷ്ണ, ഇഷാനി കൃഷ്ണ, ഹൻസിക കൃഷ്ണ എന്നിവരും ഒപ്പമുണ്ടായിരുന്നു. അഹാനയുടെ പുതിയ കാറിലായിരുന്നു സഞ്ചാരം. ദിയ കൃഷ്ണ പക്ഷേ യാത്രയിൽ ഒപ്പമുണ്ടായിരുന്നില്ല. ഇതിന്റെ പേരിൽ സിന്ധു കൃഷ്ണന് ആരാധക വിമർശനം വന്നു. ദിയ കൃഷ്ണ പലതവണ കുടുംബത്തിന്റെ ആഘോഷങ്ങളിൽ നിന്നും മാറി നിന്നിട്ടുണ്ട്. ഒരു കാലത്ത് എപ്പോഴും സുഹൃത്തുക്കൾക്കൊപ്പമായിരുന്നു ദിയ. അമ്മയായ ശേഷമാണ് കുടുംബത്തിനോടൊപ്പം അടുപ്പം കാണിച്ചതെന്ന് ദിയയുടെ ആരാധകർ പറയാറുള്ളത്. എന്നാൽ തനിക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്ന അമ്മയുടെ പിറന്നാൾ ദിനം ആഘോഷിക്കാൻ ദിയ ഒപ്പമില്ലെന്നാണ് ഇപ്പോൾ വരുന്ന വിമർശനം. സിന്ധു ആന്റി ഓസിക്ക് വേണ്ടി എല്ലാം ചെയ്യും. എന്നാൽ ഓസിക്ക് സ്വന്തം അമ്മയുടെ ബർത്ത്ഡേ പോലും വരാൻ താല്പര്യമില്ല. അല്ലെങ്കിൽ അവൾ എല്ലായിടത്തും പോകും. അതൊന്നും റിസ്ക് ഇല്ല. ഓസി വന്നാൽ എന്താണ് എന്നാണ് ഒരു കമന്റ്. ഇതിന് ദിയയാണ് അനുകൂലിക്കുന്നവർ തന്നെ മറുപടി നൽകുന്നുണ്ട്. ദിയ കൈക്കുഞ്ഞിന്റെ അമ്മയും ബിസിനസ്സുകാരിയുമാണ്. ഈ തിരക്കുകൾ മനസ്സിലാക്കേണ്ടതുണ്ട് അനുകൂലിക്കുന്നവർ പറയുന്നു. അവരുടെ വർക്കും പിന്നെ കുഞ്ഞിനെയും നിങ്ങൾക്ക് വന്ന് നോക്കാമല്ലോ. കാണുമ്പോൾ ഫുൾ അടിച്ചു പൊളിച്ച് ആണെങ്കിലും അവർക്ക് ജോലിയും ഉത്തരവാദിത്തവും സമ്മർദ്ദമുണ്ട്. ആഹാന വിവാഹിതയല്ല. ഷോപ്പും മറ്റും കാര്യങ്ങളില്ല. ഷൂട്ടൊക്കെ കഴിഞ്ഞല്ലേ ആയിട്ടല്ലേ സമയം പോകുന്നത്. അപ്പോൾ കൂടുതൽ സമയം കിട്ടും. പിന്നെ എല്ലാവരും ഒരുപോലെയല്ല. അവരുടെ ജീവിതത്തിലെ വീക്ഷണങ്ങൾ വ്യത്യസ്തമാണ് എന്ന് വെച്ച് ഇവരെയൊന്നും ഇഷ്ടമല്ലെന്നല്ലല്ലോ ദിയ അനുകൂലിച്ച് വരുന്ന കമന്റുകൾ. അതേസമയം ദിയയുടെ ചില രീതികൾ തെറ്റാണെന്നും വാദമുണ്ട്. വിവാഹത്തിന് മുമ്പ് ദിയ അശ്വിന്റെ മാതാപിതാക്കളോടും സഹോദരന്റെ മക്കളോടും നന്നായി നിന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെയല്ല. അഹാനയോടുള്ള മനോഭാവം ശരിയല്ല. സ്വന്തം കാര്യത്തിന് അവരെ ഉപയോഗിച്ചു എന്ന് പിന്നെ അവഗണിക്കുന്നതാണ് കമന്റ് ബോക്സിൽ വരുന്ന നിറയെ വിമർശനങ്ങളും.